ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അക്കും കൂടെ തിരുവല്ല വരെ ഒന്ന് പോവുകയാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ ജോയി ആലുക്കാസിലോട്ട് പോവുകയാണ്. കാരണം എനിക്ക് അവിടെ ഒരു ചെറിയ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ചിട്ടി അടഞ്ഞു തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനിക്കത്തുള്ളൂ എന്തെടുക്കണമെന്നുള്ളത്. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ തുടങ്ങിയപ്പം റേറ്റ് കുറവായിരുന്നു. എനിക്ക് 2-3 ചിട്ടി ഇതുപോലെ ഞാൻ ചിട്ടി ചേർന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ പൈസയൊന്നും ഇടുന്നില്ല. അത് നമ്മൾ അടച്ചതിന് എത്ര കിട്ടുമോ അത്രയും മാത്രം എടുക്കാവുന്നതുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം വൈകിട്ട് 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ചൂടായിരുന്ന കാരണം ഞങ്ങൾ വൈകിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാനും അക്കും കൂടെ അവിടെ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ കടയിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 6 മണിയായെങ്കിൽ പോലും നല്ല തിരക്കുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ചിട്ടി അടയ്ക്കുന്ന കൗണ്ടറിൽ കൊണ്ടുപോയി നമ്മുടെ കാർഡ് കൊടുത്തു. അന്നേരം അവർ നമുക്ക് എത്ര ഗ്രാം എടുക്കാമെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നേരം കമ്മലെടുക്കാമെന്ന് വിചാരിച്ച് കമ്മലിൻ്റെ സെക്ഷനിൽ പോയി കമ്മലൊരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ അക്കുവിന് അത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അക്കു പറഞ്ഞു അത് ഒരു രസമില്ല, വേണ്ടാന്ന് പറഞ്ഞ് അവൻ പറഞ്ഞതിന് കൈ ചെയിൻ എടുക്കാവുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ലേഡീസിൻ്റെ കൈ ചെയിൻ. അപ്പോൾ അങ്ങനെ ഒരു പരസ്പരം ചെയിൻ എടുത്ത് കാണിച്ചപ്പോഴങ്ങോട്ട് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സാധാ ചെയിൻ തന്നെ എടുത്തു. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത കമ്മൽ. പിന്നെ ചെയിനും എടുത്ത് വെച്ച് എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ അവർ പറഞ്ഞ തൂക്കം നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര തൂക്കം എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പണിക്കൂലി ഒന്നും തന്നെ കൊടുക്കണ്ട, നമുക്ക് നമ്മൾ അടച്ച പൈസയുടെ എത്ര ഗ്രാമുണ്ടോ അത്രയും നമുക്ക് തൂക്കം എടുക്കാമായിരുന്നു. അങ്ങനെ കമ്മൽ പിന്നെയും വീണ്ടും അവന് ഞാൻ കമ്മൽ തന്നെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കൈ ചെയിൻ തന്നെ സെലക്ട് ചെയ്തു. പിന്നെ അവർ എല്ലാം നമുക്ക് ബില്ല് തരണമല്ലോ, അപ്പം അതിൻ്റെ എല്ലാം ഇത് തൂക്കി രണ്ടിൻ്റെയും കൂടെ നമ്മളോട് തൂക്കം പറഞ്ഞ്. സ്വർണ്ണത്തിന് ഇപ്പോൾ നേരത്തെ തൊട്ടേ ഞാനിവിടെ ചിട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചിട്ടി തീർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ പൈസ ഇട്ടിട്ട് അല്ല എന്തെങ്കിലും നല്ല കനത്തിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണവിലയ്ക്ക് എന്തായാലും നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ വില ആവശ്യത്തിന് ഇടാനുള്ളതുണ്ട്. അപ്പം നമ്മൾ പിന്നെ ചെയിൻ തന്നെ സെലക്ട് ചെയ്ത് അപ്പം പൈസയൊന്നും അടയ്ക്കണ്ടായിരുന്നു. നമ്മുടെ ബില്ലും എല്ലാം അവർ കറക്റ്റ് ചെയ്ത് നമ്മളെടുത്ത സ്വർണ്ണവും നമുക്ക് തന്ന്. അങ്ങനെ നമ്മൾ ഇപ്പോൾ സമയം 7:30 അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിളിയായിരുന്നു എന്തെടുത്തെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മളിതെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോന്നു. സമയം 7:30 ആയിട്ടുണ്ട്. നമ്മളവിടെ ഇറങ്ങുമ്പോഴും നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. കല്യാണ പാർട്ടിയൊക്കെ സ്വർണ്ണം എടുക്കാനായിട്ട് എത്ര വില കൂടിയാലും സാധാരണക്കാരെയാണ് അത് ബാധിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ചെയിനാണോ കമ്മലാണോ ഇഷ്ടപ്പെട്ടെന്നോ കമൻറ്റ് കൂടെ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.